നല്ല നൈസ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് തട്ടി മുട്ടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഉണ്ടയാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ നെറുന്തലേക്ക് ഒന്ന് കൊടുത്തിട്ട് പൊട്ടിച്ച് അതിലെ വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് കുടിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. അതിനുശേഷം കുറച്ച് ജീരകം, ഏലക്കായ, പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് ശർക്കര എടുക്കണം. ആ ശർക്കരയും ഈ നേരത്തെ പൊളിച്ച തേങ്ങയുടെ ചിരകിയതും അതേപോലെ ഈ പഞ്ചസാര മിശ്രിതം കൂടി നന്നായി ചേർത്ത് വിളയിച്ചിട്ട് എടുക്കുക. വിളയിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ആട്ടോ. വെറുതെ പച്ചയ്ക്ക് മിക്സ് ചെയ്ത ഒരു രസം ഉണ്ടാവില്ല. എന്നിട്ട് നല്ല ഇല എടുത്തിട്ട് തുടച്ചിട്ട് നമ്മുടെ അരിപ്പൊടി മിക്സ് ചെയ്തില്ലേ അതെടുത്തിട്ട് നന്നായിട്ട് അതിലിങ്ങനെ ഒരു ഉണ്ടയാക്കി വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ആ ഇലയ്ക്ക് എത്ര നീളമുണ്ടോ അത്ര നീളത്തിൽ അങ്ങോട്ട് പരത്തുക. ആ പരത്തിയതിന് ശേഷം നല്ല ഭംഗിയിൽ ഇങ്ങനെ പരത്തിയിട്ട് നമ്മുടെ ഈ നാളികേര മിശ്രിതം ഉണ്ടല്ലോ അത് അതിലിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എല്ലാ വശത്തേക്കും ആ മധുരം കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ആ ഇല ഇങ്ങോട്ട് മടക്കുക. ആ ഇല ഇങ്ങനെ മടക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് ആ നാളികേര മിശ്രിതം അതിലിങ്ങനെ ചേർന്നിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഇല എടുക്കുക. ഇതേപോലെ ഒരു അരിപ്പൊടി എടുക്കുക. ഇങ്ങനെ പരത്താൻ വേണ്ടി ഇവിടെ നമ്മൾ വേറൊരു മെത്തേഡാണ്. നേരത്തെ പരത്തിയത് കൈ കൊണ്ടാണ്. അപ്പോൾ കയ്യിലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കും. അതിന് പകരം ഒരു ഇല എടുത്തിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് നന്നായി ഇങ്ങനെ അമർത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് പരന്നു വരുന്നു മാത്രമല്ല നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതൊരു സൂത്രപ്പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൂത്രപ്പണി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോ അടകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുക. അകത്തി വെക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകലാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ചേർത്ത് നിൽക്കണം. എല്ലാവരും ചേർന്ന് നിൽക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നേരെ അതെല്ലാം കൂടിയിട്ട് എടുത്തിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കുക. എന്നിട്ട് ആ ഇഡ്ഡലി ചെമ്പിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് വെക്കണം, അകത്തി വെക്കരുത്. എന്നിട്ട് ആ ഇഡ്ഡലി ചെമ്പ് അടച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വെന്ത മണം വരുന്ന സമയത്ത് അത് പതുക്കെ തുറന്നു നോക്കുമ്പോൾ എന്തൊരു മണം വരിക. ആ മണം ഒന്ന് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഇല എടുത്തിട്ട് ഒന്ന് തുറന്നു നോക്കുക. അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. ഇനി വെന്തിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കുക. അപ്പോൾ ആ ഇലയിൽ ഇങ്ങനെ കിടന്നിട്ട് ആ അരിപ്പൊടിയും അതേപോലെ ആ തേങ്ങയും ശർക്കരയും എല്ലാം കൂടിയിട്ടുള്ള മിശ്രിതവും എല്ലാം കൂടി ഇങ്ങനെ വെന്ത് കുറച്ചൊക്കെ സൈഡിലേക്ക് അതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. എന്താ മണം. എന്നിട്ടൊരു പാത്രത്തിലെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നന്നായി ആ പാത്രം തുറന്ന് ഇങ്ങനെ എടുത്തിട്ട് ആ ഇല ഇങ്ങനെ മാറ്റി ആ അട ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ഭംഗിയും സൗന്ദര്യമൊക്കെ ആസ്വദിക്കുക. ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടൊരു കഴിക്കുക. എന്താ രുചി. എൻ്റെ അമ്മോ, സ്വർഗം കാണുന്നു.